അപ്പോൾ അതേ കേസ് നമ്മൾ ചില സ്ഥലത്ത് രണ്ടും ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ട്. അതായത് ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചില്ലേ തക്കാളിയുടെ കേസിൽ എത്ര ഉപയോഗിക്കുക എന്നുള്ള. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും ഹൗ മെനി. കാരണം തക്കാളി നമ്മൾ എണ്ണത്തിലാണ് പറയുക അല്ലേ. ഹൗ മെനി ടൊമാറ്റോ ഡിഡ് യു യൂസ്, എത്ര തക്കാളിയാണ് നീ ഉപയോഗിച്ചത് ചോദിക്കുക. പക്ഷെ എപ്പോഴും നമ്മൾ എണ്ണം അറിയാനല്ല ചോദിക്കുക. ഉദാഹരണത്തിന് നീ മാർക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു കവർ, ഒരു സഞ്ചി നിറച്ചും തക്കാളി മേടിച്ച് വരുമ്പോൾ എൻ്റെ ഉമ്മ അവിടെ നിന്ന് ചോദിക്കുന്നത് എത്ര തക്കാളി നീ മേടിച്ചെന്ന് ചോദിക്കുന്നത് നീ തക്കാളി എണ്ണി പറയാനാണോ? അല്ല, അവിടെ തൂക്കല്ലായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ ചോദിക്കുക ഹൗ മെനി ടൊമാറ്റോ ഡിഡ് യു പർച്ചേസ് എന്നോ ഡിഡ് യു ബൈ എന്നാണോ, അല്ലെ ഹൗ മച്ച് ടൊമാറ്റോ ഡിഡ് യു ബൈ എന്നാണോ? അപ്പോൾ ഒരേ സാധനത്തിന് തന്നെ അല്ലേ വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഹൗ മെനിയും ഹൗ മച്ചും ഉപയോഗിക്കുന്നു അല്ലേ. ഇതുപോലെ തന്നെയാണ് ഇപ്പം പഴത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ തിന്ന പഴത്തിൻ്റെ എണ്ണം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഇപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് പഴമുണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട്, നേന്ത്രപ്പഴം കൊണ്ടുവച്ചിട്ടുണ്ട്, ബനാന അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നീ കുറച്ച് ബനാന കഴിച്ചു, ഓക്കെ. അപ്പം നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിക്കാം നീ എത്ര പഴം തിന്നു, എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ആണോ ഹൗ മെനി ആണോ? ഹൗ മെനി ബനാന ഡിഡ് യു ഈറ്റ്. കാരണം എന്തുകൊണ്ടാണ്? നീ പറയാൻ പോകുന്ന ഉത്തരം എന്തായിരിക്കും? അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിരിക്കും? എണ്ണ ആയിരിക്കും അല്ലേ. അല്ലേ, അതേസമയം നീ ഒരു കുറച്ച് പഴം മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വരുമ്പം എങ്ങനെ ചോദിക്കും? ഹൗ മെനി ബനാന ഡിഡ് യു ബൈ എന്നാണോ? നീ അങ്ങനെ ചോദിക്കുമ്പം പഴം എണ്ണീറ്റാണോ മറുപടി കൊടുക്കുക? അല്ല, ഹൗ മച്ച് ആണ് പറയുക അല്ലേ. അപ്പം അവിടെ ഹൗ മച്ച് ബനാന ഡിഡ് യു ബൈ യെസ്റ്റർഡേ, ഇന്നലെ നീ എത്ര പഴം വാങ്ങിയത്? അപ്പം നീ അവിടെ പറയും ഐ ബോട്ട് 3 കിലോ, ഞാൻ 3 കിലോ ആണ് മേടിച്ചത്. മനസ്സിലായല്ലേ? ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുക. പണത്തിൻ്റെ കേസ് എങ്ങനെയാണ് പറയാം? ഒന്നുകൂടി ഓർക്കുക, കൗണ്ടബിളിൻ്റെ കൂടെ ഹൗ മെനിയും അൺകൗണ്ടബിൾ എണ്ണത്തിലല്ല പറയുന്നതിൻ്റെ കൂടെ ഹൗ മച്ചാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ പണം എത്ര പൈസയാണെന്ന് ചോദിക്കുമോ അല്ലേ, ഇതിനെത്ര പൈസയാണ്, നീ എത്ര പൈസ ഇന്നലെ ചിലവഴിച്ചു, നീ എത്ര പൈസ നീ അതിനു വേണ്ടി കൊടുത്തു എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഹൗ മെനിയാണോ ഹൗ മച്ചാണോ? പെട്ടെന്ന് പറ. ഹൗ മെനി. അങ്ങനെയാണ് നീ ഒരു കടയിൽ പോയിട്ട് ചോദിക്കുക, ഇപ്പോൾ എനിക്കൊരു പെയർ ഓഫ് ഷൂസ് മേടിക്കണം. അപ്പം നീ ആ ഷൂസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഹൗ മെനി എന്ന് ചോദിക്കുക, അല്ല ഹൗ മച്ച് എന്നോ? ഹൗ മച്ച് ആണോ സാധാരണ ചോദിക്കല്ല, ഹൗ മെനി. എന്താ നീ കേൾക്കാറ്? നീ ചോദിക്കുന്ന പോട്ടെ. നമ്മൾ ഇംഗ്ലീഷ് കേൾക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ സിനിമയിൽ കേൾക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുന്ന് കേൾക്കുന്നുണ്ട് അല്ലേ, വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇതിനെത്ര പൈസയാണ് അല്ലെങ്കിൽ എത്ര പൈസ നീ ആ കാറിന് കൊടുത്തു എന്നൊക്കെ ചോദിക്കാൻ ഹൗ മെനിയാണോ ഹൗ മച്ച് ആണോ? ഹൗ മച്ച് ആണ്. പക്ഷെ പൈസ കൗണ്ടബിൾ അല്ലേ, നമ്മൾ എണ്ണീറ്റല്ലേ. നീ വാരി കൊടുക്കുന്നതാണോ പൈസ? അല്ലല്ലോ, എണ്ണീറ്റല്ലേ. പിന്നെന്താ എണ്ണാൻ പറ്റുന്ന കൗണ്ടബിളിന് അവിടെ ഹൗ മച്ച് ഉപയോഗിക്കുന്നു? എണ്ണാൻ പറ്റുന്ന പഴത്തിന് ഇനി ഹൗ മെനി ഉപയോഗിച്ചു, എണ്ണാൻ പറ്റുന്ന ബുക്സിന് ഇനി ഹൗ മെനി ഉപയോഗിച്ചു. പക്ഷെ എണ്ണാൻ പറ്റുന്ന പണത്തിന് എന്തുകൊണ്ട് ഹൗ മച്ച് ഉപയോഗിക്കുന്നു? അതായത് ശ്രദ്ധിക്കുക, നമ്മൾ പണം എത്രയാണെന്ന് ചോദിക്കുന്നത് അതിൻ്റെ മൂല്യമാണ് ചോദിക്കുന്നത്, അല്ലാതെ നോട്ടിൻ്റെയോ കോയിൻ്റെയോ എണ്ണമല്ല. അതായത് ഞാൻ എന്നോട് ചോദിക്കുകയാണേ, നിങ്ങളൊരു 5 പേരുണ്ട്, 5 പേരെടുത്ത് 100 രൂപയുണ്ട്, 100 രൂപ വെച്ച് ഓരോരുത്തർ 100 രൂപയുണ്ട് അല്ലേ. അത് നിൻ്റെ അടുത്ത് എങ്ങനെയുള്ളത്? നിൻ്റെ അടുത്ത് ആ 100 രൂപ ഒറ്റ നോട്ടാണുള്ളത്. അപ്പം നിൻ്റെ അടുത്ത് എത്രയുണ്ട്? 1. ഇതേ 100 മറ്റേ ആളടുത്തുള്ളത് 2.50 അപ്പം 2. ഇതേ 100 വേറെ ആളടുത്തുള്ളത് 5.20 അല്ലേ 100. അടുത്ത ആളടുത്തുള്ളത് 10.10. ഇങ്ങനെ ഓരോരുത്തും വ്യത്യസ്തമായ എണ്ണയിലുള്ളത് നോട്ടിൻ്റെ എണ്ണം, പക്ഷെ മൂല്യം ഒന്നല്ലേ അല്ലേ. അപ്പം നമ്മൾ 100 രൂപേൻ്റെ ഒരു നോട്ട് എടുത്തിട്ട് 100 എന്ന് പറയുന്നു, 100 രൂപയുടെ നോട്ട് എടുത്തിട്ട് 100 എന്ന് പറയുന്നു. പക്ഷെ എണ്ണത്തിൽ എത്രയാ അത്? 1. എണ്ണത്തിൽ 1 എനിക്ക് 100 രൂപ എങ്ങനെ എണ്ണാൻ പറ്റും? 100 എണ്ണാൻ പറ്റും? 100 രൂപ 100 രൂപ 100 എണ്ണണമെങ്കിൽ എന്ത് വേണം? ഓരോ രൂപയുടെ 100 കോയിൻസ് വേണം കയ്യിലല്ലേ. 1, 2, 3, 4 ഇങ്ങനെ 100 എണ്ണി വെക്കണമെങ്കിൽ ഓരോ രൂപയുടെ 100 കോയിൻസ് വേണ്ടേ? പക്ഷെ നിനക്ക് അങ്ങനെ എണ്ണാൻ പറ്റുമോ? 100 രൂപയുടെ ഒരു നോട്ടാണ്, അല്ലെങ്കിൽ 50 രൂപയുടെ 2 നോട്ടാണ്, 20 രൂപയുടെ 5 നോട്ടാണെങ്കിൽ 100 എണ്ണി